കൈപ്പുഴ സ്വദേശി പ്രവാസിയായ ബിജുനാഥിന്റെ വീട്. ജനുവരി 28-ന് ഇവിടെ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് 55 പവൻ സ്വർണ്ണാഭരണം. 7 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പൂട്ടിയിട്ട വാതിലുകൾ കുത്തിപ്പൊളിച്ച് അകത്തു കടന്നു. രാത്രി 8 മണിക്കാണ് മോഷണത്തിനായുള്ള നീക്കം തുടങ്ങിയത്. 1 മണിക്കൂർ സമയം കൊണ്ട് സംഘം സ്വർണവുമായി കടന്നു. ബിജുനാഥിന്റെ വീട്ടിൽ അമ്മയാണ് താമസം. എന്നാൽ അവർ രാത്രി തൊട്ടടുത്തുള്ള മൂത്ത മകന്റെ കൂടെയാണ് കഴിയാറുള്ളത്. പിറ്റേന്ന് രാവിലെ വയോധിക മടങ്ങി വന്നപ്പോഴാണ് മോഷണ വിവരമറിഞ്ഞത്. കൈപ്പുഴയിലെ മോഷണശേഷം പ്രതികൾ കർണാടകയിലെ ഉടുപ്പിയിൽ കാപ്പു സ്റ്റേഷൻ പരിധിയിൽ കൊള്ള നടത്തി. 9 ലക്ഷം രൂപയും 70 പവൻ സ്വർണവും റാഡോ വാച്ചും അവിടെ നിന്ന് മോഷ്ടിച്ചു. ശേഷം തിരികെ കേരളത്തിലെത്തി. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം നടത്തി. പിന്നീട് തിരുനെൽവേലിയിലേക്ക് മടങ്ങി. അടുത്ത മോഷണത്തിനുള്ള ആസൂത്രണം നടക്കുന്നതിനിടെയാണ് പന്തളം പോലീസിന്റെ പിടിയിൽ മോഷ്ടാക്കൾ പെടുന്നത്. പന്തളത്ത് നിന്ന് മോഷ്ടിച്ച സ്വർണത്തിൽ 23 പവൻ തിരുനെൽവേലിയിലെ മുത്തൂറ്റ്, TMD എന്നീ സ്ഥാപനങ്ങളിൽ പണയം വെച്ചെന്ന് പ്രതികൾ സമ്മതിച്ചു. ഇത് വീണ്ടെടുക്കാൻ കോടതി മുഖാന്തരം പോലീസ് നീങ്ങിയിട്ടുണ്ട്. കേസിൽ ഫെബ്രുവരി 4-ന് തിരുനെൽവേലി സ്വദേശികളായ ഇസക്കി രമേശ്, ഗണേഷ് എന്നിവർ പിടിയിലായിരുന്നു. 4 പേരെയും ഇന്ന് കൈപ്പുഴയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. മോഷ്ടാക്കൾ ഉപയോഗിച്ച കാറിന്റെ നമ്പർ വ്യാജമായിരുന്നു. OLXൽ നിന്നും തിരഞ്ഞെടുത്ത നമ്പർ അതേ മോഡൽ കാറിൽ ഘടിപ്പിക്കുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതെയാണ് ഇവർ മോഷണങ്ങൾ നടത്തിയത്. CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായി മാറിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.